ഹായ് എവരി വൺ. ഇന്ന് നമ്മൾക്ക് കാർഡിയാക് സർജറി കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ICUവിലേക്കുള്ള ഒരു രോഗിയുടെ യാത്രയെപ്പറ്റി പഠിക്കാം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ക്രിട്ടിക്കൽ കെയർ നഴ്സ് അറിഞ്ഞിരിക്കണം എന്ന് നോക്കാം കേട്ടോ. സോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ കംപ്ലീഷൻ ഓഫ് സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സർജറി കഴിയുന്നതോടെയാണ് ഒരു രോഗിയുടെ ICUവിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഇതിനെ ആധികാരികമായി പറഞ്ഞാൽ ഫസ്റ്റ് ക്രിട്ടിക്കൽ ഫേസ് ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ പറയുക? കാരണം ഓപ്പറേഷൻ തിയേറ്ററിലെ ഒരു മോണിറ്ററിംഗ് രീതിയിൽ നിന്ന് ICUവിലെ മറ്റൊരു മോണിറ്ററിംഗ് രീതിയിലേക്കുള്ള യാത്രയാണ്. അതുമാത്രമല്ല ഈ യാത്രയിൽ ഒരു രോഗിക്ക് എയർവേ വെന്റിലേഷൻ പ്രോബ്ലംസ് ഉണ്ടാകാം, സഡൻ ഹൈപ്പർ ടെൻഷനോ ഹൈപ്പോടെൻഷനോ ഉണ്ടാകാം, അരിത്മിയാസ് ഉണ്ടാകാം, പിന്നെ ഇൻക്രീസ് മീഡിയാസ്റ്റിനൽ ബ്ലീഡിങ് വരാം. അതിൻ്റെ ഇടയിൽ തന്നെ ഡോക്ടേഴ്സിന് ചിലപ്പോൾ മെഡിക്കേഷൻസ് മാറ്റേണ്ടി വരാം. അതുമല്ലെങ്കിൽ രോഗിയുടെ ദേഹത്തുള്ള കത്തീറ്റേഴ്സിലൊക്കെ മോണിറ്ററിംഗ് ഡിവൈസസിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കാം. സോ ദിസ് പീരീഡ് ഈസ് വെരി ക്രൂഷ്യൽ. അങ്ങനെ സർജറി കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിനെ ICU ബെഡിലേക്ക് മാറ്റും. പേഷ്യൻ്റ് വയേഴ്സ്, അതായത് പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന വയേഴ്സ് എല്ലാം നമ്മൾ ട്രാൻസ്പോർട്ട് മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യും. ഇതിൽ നമുക്ക് ECG, ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ എല്ലാം കാണാൻ കഴിയും. ഈ ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് ICU ബെഡിലേക്കുള്ള ട്രാൻസ്ഫർ അനസ്തേഷ്യ ടീമായിരിക്കും കോർഡിനേറ്റ് ചെയ്യുക. കാരണം അവർക്ക് എയർവേ പ്രയോറിറ്റൈസ് ചെയ്യണം. അതിനിടയിൽ ബുബാഗ് ഉപയോഗിച്ച് ഹാൻഡ് വെന്റിലേഷൻ കൊടുക്കണം. അപ്പം ദേ ആർ ദ കമാൻഡേഴ്സ് ഓവർ ദേ. അതുപോലെ തന്നെ എല്ലാ ഇൻഫ്യൂഷൻസ് ആൻഡ് ഡ്രഗ്സ് എന്തൊക്കെ പോയിക്കൊണ്ടിരുന്നോ അതെല്ലാം അവർ ബാറ്ററി പവേർഡ് ആയിട്ടുള്ള പമ്പുകളിലേക്ക് മാറ്റും. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ തന്നെ ദ എൻ്റയർ ടീം വിൽ വാച്ച് വാട്ട് എവർ ലൈൻസ് ഓവർ ദർ. ലൈക്ക് എന്തെല്ലാം ലൈൻസ് ആണോ പേഷ്യൻ്റെ ദേഹത്തുള്ളത് അതെല്ലാം സേഫ് ആണെന്ന് വാച്ച് ചെയ്യുന്നുണ്ടാവും. അതായത് പേഷ്യൻ്റ് ഇൻവാസീവ് ലൈൻസ്, സ്പേസിങ് വയേഴ്സ്, യൂറിനറി കത്തീറ്റർ, ചെസ്റ്റ് ട്യൂബ് ഇതെല്ലാം സേഫായി കണക്റ്റഡ് ആണെന്ന് ബാക്കി കൂട്ടത്തിലുള്ളവരെല്ലാം കൂടെ നോക്കും. ഇങ്ങനെയൊക്കെ പേഷ്യൻ്റ് സേഫായി ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ICU ബെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ദ എൻ്റയർ ടീം, അനസ്തറ്റിസ്റ്റ്, സർജൻ, നേഴ്സസ് അങ്ങനെയുള്ള എല്ലാവരും അടങ്ങുന്ന ഈ ടീം ഈ പേഷ്യൻറ്റിനെ സേഫായി ICUവിലെത്തിക്കും. ഇതാണ് സർജറി കഴിഞ്ഞുള്ള ആ കുഞ്ഞു ജേണി. ICUയിൽ വന്നതിന് ശേഷം അനസ്തറ്റിസ്റ്റ് എൻഡോട്രിക്കൽ ട്യൂബ് നമ്മുടെ വെന്റിലേറ്ററിൽ കണക്ട് ചെയ്ത് അതിൽ വേണ്ട ഇമ്മീഡിയറ്റ് സെറ്റിങ്സ് എല്ലാം ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ പേഷ്യൻ്റ് ECG, പ്രഷർ മോണിറ്ററിംഗ് ലൈൻസ്, പൾസ് ഓക്സിമെട്രി ഇതെല്ലാം ബെഡ് സൈഡ് മോണിറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലുകളിൽ അവർ ട്രാൻസ്പോർട്ട് മോണിറ്ററിന് പകരം ട്രാൻസ്പോർട്ട് മോഡ്യൂൾസ് ആണ് യൂസ് ചെയ്യുക. ഇറ്റ്സ് എ സ്മോൾ ഡിവൈസ് വെർ വി ക്യാൻ പ്ലഗ് ഇറ്റ് ഡയറക്ട്ലി ഇൻ ടു ദ ICU മോണിറ്ററിംഗ് സിസ്റ്റം. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈൻസ് ഒന്നും റിമൂവ് ചെയ്യാതെ തന്നെ സേഫായി ICU മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യാം. സോ ദാറ്റ് വി ക്യാൻ അവോയ്ഡ് മെനി എറേഴ്സ്. ഇതുകൂടാതെ പേഷ്യൻ്റ് പോയിക്കൊണ്ടിരിക്കുന്ന മെഡിക്കേഷൻസ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുമോ വേണ്ട ചേഞ്ചസോ സെറ്റ് റേറ്റ്സ് ഈ കാര്യങ്ങളെല്ലാം ഡോക്ടേഴ്സ് പറഞ്ഞ് അത് സെറ്റ് ചെയ്യും. കൂടാതെ പേഷ്യൻ്റ് കാർഡിയാക് സർജറി കഴിഞ്ഞ പേഷ്യൻസിന് തൊറാസിക് ഡ്രെയിൻസ് ഉണ്ടാവും. ഇതെല്ലാം കറക്റ്റ് സക്ഷൻ ലെവലിൽ സെറ്റ് ചെയ്തെന്ന് എൻഷുർ ചെയ്യണം. ഇതിനൊക്കെ ശേഷം ഓപ്പറേറ്റിംഗ് തിയേറ്റർ ടീം ICU ടീമിന് ഹാൻഡ് ഓവർ ചെയ്യും പേഷ്യൻറ്റിനെ. ഇതൊക്കെ കൂടാതെ ഇപ്പം കാര്യങ്ങളൊക്കെ ഒരുപാട് കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് പേഷ്യൻറ്റിനെ ICU മോണിറ്ററിലേക്ക് അഡ്മിറ്റ് ചെയ്യണം പേഷ്യൻ്റെ അതായത് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ പേഷ്യൻ്റ് വേറൊരു ഏരിയ അതായത് ഓപ്പറേറ്റിംഗ് റൂമിൽ നിന്നായിരിക്കും വരണേ. ആ ഏരിയയിൽ നിന്ന് നമ്മുടെ ഏരിയയിലേക്ക് പേഷ്യൻറ്റിനെ മാറ്റണം. കറക്റ്റ് കെയർ പ്ലാൻസ് എല്ലാം ഓർഡർ ചെയ്യണം. ഇതൊക്കെയാണ് പേഷ്യൻ്റ് ജേണിയിൽ സംഭവിക്കുന്നത്. So this is overall the
patient journey after the cardiac surgery into the ICU. So I hope everyone understood this small lesson. If you like or if you find it useful, please don't forget to like and subscribe, and please share your suggestions, and if you want me to add more, please don't forget to comment. So next lesson we can learn immediate assessment and response after receiving cardiac surgery patient. So we will identify 2 important things we need to immediately recognize after the patient arrives, and it's a better way to troubleshoot it.